കുട്ടികൾക്കും സുഹൃത്ത് സാറാണ്. നമ്മളങ്ങനെ സേ ഇംപ്രൂവ്മെൻറ്റ് 2024 മാത്സ് ക്ലാസ് ആണ്. കുട്ടികളൊക്കെ പഠിച്ച് തുടങ്ങേണ്ട സമയമായി. ഇനി ഞാൻ പറയുന്ന പോലെ എപ്പോഴും ഒരു പരീക്ഷണം പോലെ ജയിച്ചാൽ ജയിച്ചു എന്നുള്ള രീതി ആവരുത്, ജയിച്ചിരിക്കണം എന്നുള്ള രീതി കൂടെ പഠിച്ചിരിക്കണം. നമുക്ക് മിക്കവാറും കുട്ടികൾക്ക് ഇപ്പോഴും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നെ വിളിക്കുന്നവരെല്ലാം ഈ 3 സബ്ജക്റ്റ് ഇപ്പോഴും പോയി കിടക്കുക. അത് കഴിഞ്ഞ വർഷമല്ല, ഇതിന് മുമ്പേ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ആ കിട്ടുന്ന രീതിയിൽ കൂടെ തന്നെ പഠിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ മാർഗം. അതിനുള്ള വഴികൾ നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ കണ്ടെത്താവുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ പ്രായം കൂടി വരിക, അപ്പോൾ ഉത്തരവാദിത്വം ഉറപ്പായിട്ടും കൂടിയിരിക്കും. അതുകൊണ്ട് പഠിക്കുന്ന എല്ലാം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അതിനെ നിങ്ങൾക്ക് ഓർമ്മിച്ച് എക്സാമിന് എഴുതാനുള്ള ഒരു ഉത്തരവാദിത്വം ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ഇതിനുള്ള സാമഗ്രികൾ, മീൻസ് ഇതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ചിരുന്നൊന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ 3 സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ഉണ്ട്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നല്ല രീതിയിൽ കൂടെ ക്ലാസ് തന്ന് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ചോദ്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർക്കും ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ളിലുണ്ടാവും. ഓക്കെ, നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് മീൻസ് 3-4-5 വർഷമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ നമ്മുടെ കൂടെ ഒന്ന് നിന്നാൽ മതി, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ് കാണുക. മാക്സിമം നമ്മൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പബ്ലിക്കായിട്ട് തന്നെ തരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കതൊന്നും ഒരു ഫുൾ ഉറപ്പിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, നമുക്കറിയത്തില്ല എന്തുമാത്രം നിങ്ങളത് കണ്ട് പഠിക്കുമെന്നുള്ള. മറ്റേ ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇന്ന് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സും ഡിറ്റർമിനോട് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ലാംഡ ഇഫ് എ ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് ഈസ് സിംഗുലർ. സിംഗുലർ ആകണമെന്നുണ്ടെങ്കിൽ ഈ ലാംഡയുടെ പ്ലേസിൽ ഒരു കറക്റ്റ് നമ്പർ വരണം. ഒരു കറക്റ്റ് നമ്പർ വന്നാൽ അയാൾ എന്തായിരിക്കും? സിംഗുലർ ആവും. ഇപ്പോൾ സിംഗുലർ എന്നുള്ള വേർഡ് ചിലപ്പോൾ കുട്ടികൾ കേട്ടിട്ടുണ്ടാകും. അതിൽ ഒന്നുമില്ല, ഇതെല്ലാം ഒന്നുമില്ല. പക്ഷേ കേട്ട് കഴിയുമ്പോഴാണ്, കേൾക്കുന്നതിന് മുമ്പ് എന്തോ വലിയ കാര്യമാണ്. ഒന്ന് കേട്ടോ, ഈ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് കൺസെപ്റ്റ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകുമ്പോഴാണ് ആ മെട്രിക്സിനെ നമ്മൾ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലാംഡയുടെ പ്ലേസിൽ ഒരു കറക്റ്റ് നമ്പർ വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകത്തുള്ളൂ. അല്ലാതെ ഇഷ്ടമുള്ള നമ്പർ അങ്ങോട്ട് ലാംഡയ്ക്ക് കൊടുത്തോ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആവില്ല. കറക്റ്റ് ഒരു നമ്പർ വരണം. അതാരാണ്? അയാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് 2 3 -1 1 4 ലാംഡ 2 5 3 ഈസ് ഈക്വൽ എത്രയാണ്? 0. നിങ്ങൾ എപ്പോഴും ഞാൻ കാണാറുള്ളതാണ്, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് തെറ്റും. എല്ലാവരും പറയും ഇച്ചിരിയൊക്കെ എനിക്കറിയാം. ആ ഇച്ചിരി അറിയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, മുഴുവൻ അറിഞ്ഞിരിക്കണം, കൃത്യമായിരിക്കണം, തെറ്റരുത്. ഓക്കെ, അപ്പോൾ ഒരു ഡിറ്റർമിൻ എക്സ്പാൻഡ് ചെയ്യുന്ന ഈ 3 നമ്പറിനെ കാണുന്നുണ്ടല്ലോ, ആ 3 നമ്പർ തുടങ്ങുന്ന 3 ബ്രാക്കറ്റ് അങ്ങോട്ട് ഇടുക. ഓക്കെ ആണല്ലോ. 2ൽ തുടങ്ങുന്നത് 3 ആകുമ്പോൾ സൈൻ മാറ്റണം, -3. ഇത് മാറ്റേണ്ട -1. അപ്പോൾ ആരുടെ മാത്രം മാറ്റിയാൽ മതി? നടുക്ക് കിടക്കുന്ന നമ്പർ എന്താണോ അവിടെ ഉള്ളത് അതിൻ്റെ ചിഹ്നം മാറ്റി വേണം ഇവിടെ എഴുതാൻ. ഈ 2 നമ്പർ കറക്റ്റ്, വ്യത്യാസം ഒന്നും വേണ്ട. ദാറ്റ് ഈസ് നോക്കിക്കോണം 2 ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 കണ്ടെന്ന് റോ പോയി കോളം പോയി കൊണ്ട് എന്ത് കറക്റ്റാണ്? 4 പേരെ കാണുന്നുണ്ടോ? 1 2 3 4. ഇതിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ് 4 × 3 12 -5 × ലാംഡ 5 ലാംഡ. ഓക്കെ, രണ്ടാമത് ഇതേ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇതുമാണ് പോകുന്നത്. ദൂരെയുള്ള 4 പേരാണ്. 1 × 3 3 -2 × ലാംഡ 2 ലാംഡ. ഓക്കെ, ലാസ്റ്റ് -1 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇതും പോയി കഴിഞ്ഞാൽ ഈ 4 പേരാണ്. ഈ 4 പേർ 1 × 5 5 - 8. എല്ലാവരും കണ്ടോണം, ഒന്നുകൂടെ വേണമെങ്കിൽ കണ്ടോണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കേട്ടോ. ദാറ്റ് ഈസ് 2 ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 12 24 2 × 5 10 ലാംഡ -3 × 3 -9 എന്ന് കിട്ടും. -3 × +6 ലാംഡ. ഓക്കെ, -1 × 5 - 8 -3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നോക്കിക്കുക, ലാംഡ കണ്ട് ഇവിടെയുണ്ട് അല്ലേ, ഇവിടെയുണ്ട്. നോക്കുമ്പോൾ ഇത് മൈനസാണ്, ഇത് പ്ലസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -10 ലാംഡയും +6 ലാംഡയും തമ്മിൽ കഴിഞ്ഞാൽ ഡിഫറൻസ് അതിനാ കുറയ്ക്കണം. കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം കൊടുക്കണം മോനെ. 10 ൽ 6 പോയാൽ 4 ലാംഡ. പിന്നെ മൈനസ് ആ വലുത് കണ്ടോ, അപ്പം -4 ലാംഡ. നമ്പറുകൾ കുറേ ഉണ്ട്. ഇവിടെ 24 - 9 24 ൽ 9 പോയാൽ എത്ര കിട്ടും? 15. ഓക്കെ, -1 × -3 ഒരു +3 വരും. അപ്പോൾ +3 വരുമ്പോൾ 18. ഓക്കെ, ഈക്വൽ എത്രയാണ്? 0. ഓക്കെ,
That is minus 4 lambda equal to minus 18. Lambda equal to minus 18 by minus 4. Answer is 9/2. രണ്ട് മൈനസ് തമ്മിൽ പ്ലസ് ആയി. 18/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 9 ആയി, ഇത് എത്രയായി? 2 ആയി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റൻ എല്ലാവരും വായിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ. ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കണം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസുകളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു, എല്ലാവരും ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഫോർമുല ഹാഫ് ഇൻറ്റു x1 x2 x3 y1 y2 y3 1 1 1. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഡിറ്റർമിനൻ്റ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഡിറ്റർമിനൻ്റ് ആണെന്ന് ഓർക്കുന്നിടത്താണ് കാര്യം. ഇപ്പോൾ ഏരിയ ചോദിച്ചു, ഏത് മെത്തേഡാ, എങ്ങനെ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള വെല്ലുവിളി. ചിലപ്പോൾ ഡിറ്റർമിനൻ്റ് അറിയായിരിക്കും, പക്ഷേ ഇതിന് ഡിറ്റർമിനൻ്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വയ്യാതിരിക്കും. അതാ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റിന് എന്താണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് പഠിച്ചിരിക്കുമ്പോഴാണ് പഠിത്തമാകുന്നത്. ഓക്കെ, അല്ല ഡിറ്റർമിൻ എനിക്കറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യണമെന്നില്ല. ഒരു ക്വസ്റ്റിനുള്ളിൽ ഡിറ്റർമിൻ ചെയ്യണമെന്നൊന്നും അവർ പറയില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ മെത്തേഡ് നിങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും അത് ഡിറ്റർമിൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ എളുപ്പമാണ്. ഇതറിയാതെ ഒരു ഓട്ടമാണ് നമ്മൾ ഈ ഓടുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു നോക്കിക്കോണം. ഇനി ഇത് ഫില്ല് ചെയ്യുന്ന കണ്ടോണം, അതാണ് അടുത്ത പണി. നിങ്ങളിത് കണ്ടോണ്ടത് ഞാൻ കോളം വൈസാണ് ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഇവിടെ മൂന്നിടത്ത് ഇവിടുത്തെ ഫസ്റ്റ് നമ്പറുകൾ 2 ഇവിടെ നമുക്ക് 2 ഡയമെൻഷനാണുള്ളത് കേട്ടോ, 3D അല്ല, 2 കോർഡിനേറ്റ്സേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നോക്കിക്കോണേ, 2 1 2 ഫസ്റ്റ് കോളത്തിൽ. ഓക്കെ ആണല്ലോ. സെക്കൻഡ് കോളത്തിൽ ഈ y കോർഡിനേറ്റ്സുകൾ 0 2 1 0 2 1. മൂന്നാമത്തെ കോളത്തിൽ എപ്പോഴും 1 1 1, വ്യത്യാസമൊന്നുമില്ല കേട്ടോ, എപ്പോഴും 1 1 1. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി. നോക്കിക്കേ, ഈ 2 1 2 1 2 ഫസ്റ്റ് കോളം, 0 2 1 സെക്കൻഡ് കോളം, തേർഡ് കോളത്തിൽ എപ്പോഴും 1 1 1. ഓക്കെ, ഇനി ഒരു ഹാഫ് ഇട്ടിട്ട് ഇതിനെ നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ ചെയ്യണം. എങ്ങനെയാണ്? 2 ഇട്ട ശേഷം ഒരു ബ്രാക്കറ്റ്, 0 ഇട്ട ശേഷം ഒരു ബ്രാക്കറ്റ്, പിന്നെ +1 ഇട്ട ശേഷം ഒരു ബ്രാക്കറ്റ്. ഓക്കെ, ഇങ്ങനെ 2ൽ തുടങ്ങുന്ന ബ്രാക്കറ്റ്, 0ൽ തുടങ്ങുന്ന ഒരു ബ്രാക്കറ്റ്, 1ൽ, ഇങ്ങനെ ഈ 3 പേരിൽ തുടങ്ങുന്ന ബ്രാക്കറ്റാണ്. 2 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇതും പോയി ഞാൻ മുമ്പേ കാണിച്ചു പോലെ. എന്നിട്ട് ഈ 4 പേരിൽ നിന്ന് ഈ പ്രോഡക്റ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റിനെ കുറയ്ക്കുമ്പോൾ 2 ഇൻറ്റു 1 ആരാണ്? 2 മൈനസ് 1 ഇൻറ്റു 1 1. ഓക്കെ, 0 ഇൻറ്റു ചുമ്മാ ചെയ്യണ്ട, വിട്ടേര്, അവനെ ഒന്നും ചെയ്യണ്ട, 0 ആയി കഴിഞ്ഞു. നെക്സ്റ്റ് 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇതും പോയി കേട്ടോ, ഈ 4 പേരാണ്. അപ്പോൾ 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 2 4. അപ്പോൾ 1 മൈനസ് 4, 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 4. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 മൈനസ് 1 1, ഇത് വേണ്ട, പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 4 -3. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2 -3 കേട്ടോ, 2 ഇൻറ്റു 1 2, 1 ഇൻറ്റു -3 -3. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു -1. ആൻസർ ഈസ് -1/2. ഏരിയ കനോട്ട് ബി നെഗറ്റീവ്, therefore ഹാഫ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്തായാലും കേട്ടോ, സ്ക്വയർ യൂണിറ്റ്സ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. രണ്ടും പഠിച്ചല്ലോ. ഒന്നാമത്തെ സിംഗുലർ ആകാൻ ലാംഡയുടെ വാല്യൂ, രണ്ടാമത്തെ എന്താണ്? ഏരിയ കണ്ടുപിടിക്കുക. രണ്ടും വളരെ ഉറപ്പുള്ള ചോദ്യങ്ങളാണ്, പഠിച്ചോണം. നമ്മളിങ്ങനെ കുറേ ഉറപ്പുള്ള ചോദ്യങ്ങളെ പഠിച്ചാൽ ജയിക്കുമെന്നും ഉറപ്പാക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യം മീൻസ് ഇതേപോലെ വേണ്ടവരിലോട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഉറപ്പിക്കാം ജയം. ഗുഡ് ബൈ.